ഇപ്പൊ പാവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവർട്ടിയിലെ ജനങ്ങൾക്ക് ധാരാളം സങ്കല്പങ്ങളുണ്ട്, ധാരാളം വികസന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു 5 വർഷത്തെ ഭരണം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ നമുക്ക് കണ്ട് കാണണോ, അല്ലെങ്കിൽ പാവർട്ടിയിൽ ഒരു മാറ്റം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി എന്തായിരിക്കും? പാവർട്ടി ഒരു ഗ്രാമപഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഒരു ടൗണിൻ്റെതായ എല്ലാവിധ സ്വഭാവങ്ങളും ഇവിടെയുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റോഡുകൾ സംഗമിക്കുന്ന ഒരു പ്രധാന ജംഗ്ഷൻ എന്നെല്ലാം ഉള്ള രീതിയിൽ ഒരു സെമി ടൗൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം, പശ്ചാത്തല സൗകര്യങ്ങളിൽ ഒരു മാറ്റം കൂടി കൊണ്ടുവന്നാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. പാവർട്ടി യഥാർത്ഥത്തിൽ ഒരു ടൗണിൽ തന്നെയാക്കി മാറ്റും. ഗ്രാമത്തിന്റെ അവസ്ഥയിൽ നിന്ന് നഗരത്തിലേക്ക് കയറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഞങ്ങൾ ഈ 5 കൊല്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പാവർട്ടി സെന്റർ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് കഴിയും? പ്രധാനമായിട്ടും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ പാവർട്ടിയിലേക്ക് കടന്നു വരുന്നു. വ്യാപാരത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് അയൽ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വരുന്ന സ്ഥലമാണ്. നിരവധി ആരാധനാലയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ പലപ്പോഴും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് പീക്ക് ടൈമിൽ, അതായത് രാവിലെ സ്കൂൾ ടൈമിലും വൈകിട്ടും. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം എത്രയും വേഗം നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ പരിമിതമായ സ്ഥലമാണ് നമുക്കുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഇവിടെ ഒരു പഴയ കാലഹരണപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട്. അത് ഇനി ഒരു തരത്തിലും റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബസ് സ്റ്റാൻഡ്, അതിലൂടെ വാഹനങ്ങൾ, ഇപ്പോൾ ഈ പഞ്ചായത്തിന് മുന്നിലാണ് ബസ് നിർത്തുന്നത്. ആ ബസ്സുകൾ നിർത്തുന്നത് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി നിർത്തുമ്പോൾ നമുക്കിവിടെ ഒരു റോഡ് നമുക്ക് ലഭിക്കും, ബൈപ്പാസ് റോഡ്. ഇതിപ്പോൾ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാം. ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറങ്ങി പോകുന്ന ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉള്ളിലേക്കാണ് ബസ് കയറി നിൽക്കുക. അപ്പൊ ഇവിടെ ഫ്രീ ആയി. അപ്പൊ നമുക്കൊരു സർക്കിൾ ലഭിക്കും. ഈ സർക്കിളിലൂടെ ഒരു 1 വേ സംവിധാനം കൊണ്ടുവരിക എന്നാണ് ആദ്യത്തെ പ്ലാൻ. അപ്പൊ അതിന് ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ഭരണസമിതി ഒരു പ്ലാൻ ഏറെക്കുറെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അത് പലപ്പോഴും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുതിയ ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല, നേരെ ഇവിടെ മാക്സ്വെല്ലിന് മുന്നിൽ നിൽക്കുന്നത്. അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. കുറച്ചുകൂടെ കയറ്റി നിർത്തി അവിടെ ഒരു ബസ് ടെർമിനൽ കൂടെ ഗുരുവായൂർ ഭാഗത്തേക്ക് കുറച്ച് നീങ്ങി പാലുവാ റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു ബസ് ടെർമിനൽ അവിടെ സ്ഥാപിക്കും. ഭാവിയിൽ നമുക്ക് വലിയൊരു ബസ് സ്റ്റാൻഡ്, എല്ലാ സ്ഥലത്തെ ബസ്സുകളും കൂടി ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു ബസ് സ്റ്റാൻഡ് പ്ലാൻ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് സ്ഥല ലഭ്യതയ്ക്കും മറ്റനുസരിച്ച് പിന്നീട് നടപ്പാക്കും. ഇപ്പോൾ നമ്മൾ ടൗൺ നവീകരണം, സെൻട്രൽ വികസനത്തിന് പകരം പാവർട്ടി ടൗൺ നവീകരണം എന്ന പുതിയ പദ്ധതിയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്.